നക്ഷത്രക്കണ്ടല്, റൈസോഫോറ, ഇതൊക്കെ അപ്പുറത്ത് വലിയപ്പെട്ടി അല്ല. ഇത് ഇങ്ങനെ 4-5 ഐറ്റം കണ്ടൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്രയിലും കാണാൻ കഴിയും. ഈ 1 മണിക്കൂറിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് വരും? 1000 രൂപ വരും. 2 മണിക്കൂറിന് 1600 രൂപ വരും. 1600 രൂപ. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടത്. അപ്പോൾ ഞാൻ റൂട്ട് കാണിക്കാൻ പോവാം. റൂട്ട് കാണിക്കട്ടെ. ഇതാണ് കുറച്ചുള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. 32,000 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്ന പക്ഷികളുണ്ട്. 52ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ വനം വകുപ്പിൻ്റെ കടലുണ്ടിയാണ്. കടലുണ്ടി പാലം അതാ കാണുന്നത്, നിങ്ങൾ കാണാൻ പറ്റും. ഇതാ കാണുന്നത് കടലുണ്ടി പാലം. അതിൻ്റെ ബാക്കിൽ കാണുന്ന മൊത്തം കണ്ട ബോട്ടുകളും ഇതിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പക്ഷി സങ്കേതത്തിലേക്കുള്ള കണ്ടൽക്കാടിലേക്ക് പോകാനുള്ള ബോട്ടുകളായിട്ട് പോയി കാണുന്നത്. എന്തായാലും സംഭവം വീഡിയോ നമുക്കൊന്ന് കാണിച്ചു തരാം സെറ്റായിട്ട്. ഇതുണ്ട് ബോട്ടിൽ നിന്ന് വന്ന് കയറിക്കൊണ്ടിരിക്കണവർ. ഇതിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ അങ്ങ് എത്രയാണെന്ന് പറഞ്ഞ് കാണിച്ചു തരാം അല്ലേ. നോക്കാം. ഇതാണ് സീറ്റ് കാര്യങ്ങൾ കണ്ടില്ലേ. ഇതുണ്ടോ, ഇപ്പോൾ ഒരു ടീം വന്നാണ് കേട്ടത് കാണേ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൻ്റെ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ഓടിക്കുന്ന ഒരാൾ. അപ്പോൾ മൂപ്പരോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് ഇങ്ങനെ എത്ര മണിക്കൂറാണ് നമുക്ക് ഉണ്ടാവുക യാത്ര? 1 മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറുണ്ട് അല്ലേ. ഇത് ഇങ്ങനെ നമ്മളെ ഈ ഭാഗം അല്ല അങ്ങോട്ടൊക്കെ പോകും, അപ്പുറമൊക്കെ പോകും, ലോങ് പോകും? 1 മണിക്കൂർ കടലുണ്ടിക്കടവ് പാലം വഴി, മറ്റേ തീവണ്ടി പറഞ്ഞ പാലം, ബേർഡ് സാനിറ്ററി, നക്ഷത്രക്കണ്ടല്, റൈസോഫോറ, ഇതൊക്കെ അപ്പുറത്ത് വലിയപ്പെട്ടി അല്ല. ഇത് ഇങ്ങനെ 4-5 ഐറ്റം കണ്ടൽ കണ്ടുകൊണ്ട് നമ്മൾ 1 മണിക്കൂറിന്റെ 5 ഐറ്റം കണ്ടലുണ്ടല്ലേ? 8 ഐറ്റം കണ്ടലുണ്ട്. അതിൽ 5 ഐറ്റം 1 മണിക്കൂറിന്റെ യാത്രയിലും 8 ഐറ്റം 2 മണിക്കൂറിന്റെ യാത്രയിലും കാണാൻ കഴിയും. ഈ 1 മണിക്കൂറിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് വരും? 1000 രൂപ വരും. 2 മണിക്കൂറിന് 1600 രൂപ വരും. 1600 രൂപ. ഒരു ട്രിപ്പിൽ എങ്ങനെ? ഒരു 8 പേർക്ക് പോവാം, 2 കുട്ടികൾക്ക് പോവാം പോലെ. അല്ലെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മിക്സഡ് ആയിട്ട് പോകാനുള്ളതില്ലേ? ജോയിനിങ് ആകാവുന്നതാണ്. അങ്ങനെ നമ്മളാവണല്ലേ? അത് നിങ്ങളാണ്. അങ്ങനെയാണ്. ഓക്കെ. മെയിനായിട്ട് ഇവിടെ കാണുന്ന പക്ഷികളൊക്കെ പക്ഷി സങ്കേതം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെയാണെന്ന് കാണുക? ഇവിടെ 32,000 കിലോമീറ്റർ യാത്ര ചെയ്ത് വരുന്ന പക്ഷികളുണ്ട്. 52ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ വന്ന് പോകുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് ഇവർ വരുന്ന സമയം സമയം ഈ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ. മാർച്ചോടുകൂടെ പോയി തീരും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പോയാൽ എന്തായാലും നേരിട്ട് കാണാൻ പറ്റുമോ? നേരിട്ട് ഏറ്റവും കൂടുതൽ കാണാൻ രാവിലെയും വൈകിട്ടുമാണ്. ഉച്ച സമയങ്ങളിൽ ഇവർ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റു മേഖലകളിലേക്കൊക്കെ പോകും അല്ലേ? ഓക്കെ. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ശശീന്ദ്രൻ. ഇവിടെ തന്നെ കടലുണ്ടി. ഇവരൊക്കെ ഒരുപാട് ആളുകൾ, എല്ലാ ഡ്രൈവർമാരും കൂടെ ഉണ്ടല്ലേ. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ശശി അല്ലേ. നിങ്ങളെ? ബാബു അല്ലേ. ഓക്കെ. ഇവിടുത്തെ എക്സ്പേർട്ടുകളാവല്ലേ. തുഴച്ചിലല്ലേ മെയിനായിട്ട് നമ്മള് ഇതല്ലേ ഈ സ്റ്റെപ്പ് കയറി ഇതിൽ കയറുക. നല്ല സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിലൂടെ പോവാം. അപ്പുറത്തൊരു വെറൈറ്റി ഉണ്ടല്ലോ അല്ലേ, ഒരു കളറൊക്കെ കൊടുത്ത സീറ്റാണല്ലോ അല്ലേ. ഇന്നലെ ഓട്ടം ഉണ്ടാവുന്നല്ലേ? ഇതാണ് കേട്ടോ ജെട്ടി. ഇവിടെ നിന്നാണ് കയറാ. ഇതുണ്ടോ സീറ്റ് കണ്ട കറക്റ്റ് കയറിക്കാൻ പൊളിയാട്ടോ. മുന്നേ ഞാനൊരു ബോട്ട് കാണിച്ചു തന്നിരുന്നു ഒരു വീഡിയോയിൽ, ഒരു ഫുഡ് കഴിക്കുന്നിടത്ത്. അതിനൊക്കെ ഒരു പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. അടിപൊളി. ഇതാണ് നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഒരു ഭാഗം കാണുന്നത്. ഇതാണ് കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതിൻ്റെ അപ്പുറത്ത് ഈ റെയിൽവേൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി സൈറ്റാണ്.
കാണേണ്ടവർക്ക് വന്ന് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ, ഞാൻ ഇത്ര അടുത്തായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. വേറെ ലെവലാണ് കേട്ടോ, പറയാൻ വാക്കുകളില്ല എന്നുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനം കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ ഇവിടെ ആളുകളുണ്ട്, അവരൊക്കെ തോണിക്കാർ കയറുക. പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളായിട്ടുള്ളൊരു ഓഫീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടത് ഇവിടുത്തെ എത്ര ഐറ്റം കണ്ടൽക്കാടുകളുടെ പ്രാന്തൽ കണ്ടൽ, ചുള്ളിക്കണ്ടൽ, ചെറുപ്പട്ടി, കണ്ണാമ്പൊട്ടി, കുറ്റിക്കണ്ടൽ, വലിയ കണ്ടൽ, നക്ഷത്ര കണ്ടൽ, പൂക്കണ്ടൽ. അപ്പോൾ നേരത്തെ അവർ പറഞ്ഞേ കേട്ടില്ല. അപ്പോൾ ആ സംഭവം കണ്ടലുകളുണ്ട് ഈ കാണുന്നേ. പിന്നെ കുറച്ച് മരുന്നുകളുണ്ട്. നമ്മളെ കരിങ്കുറിഞ്ഞി, ചെറുതേക്ക് മുതൽ അങ്ങനെയുണ്ട്, മുറിയൂട്ടി, ആടലോടകം, തഴുതൻ, അങ്ങനെ ഒരുപാട് അതൊക്കെ ഇവർ ചെറുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ബേർഡിൻ്റെ ചിത്രങ്ങളും വെച്ചിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, ബേർഡ് സാഞ്ചുറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സെറ്റ്. ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വെളുത്തതിനെ കാണുന്നൊരു ഭാഗമാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലേ ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങൾ, അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ. പിന്നെ ഇപ്പുറത്തേക്ക് ഒരു സംഭവം, ഇതിപ്പോൾ പുതിയത് ചെയ്തതാണ്, ഞാൻ കാണിച്ചു തരാം. 28ഓളം ഈ തോണികളുണ്ടെന്നല്ലേ, തോണികളൊക്കെ അതൊക്കെ കാണുന്നത് നിങ്ങളെ. ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നല്ലൊരു മാറ്റമാണ് ബോട്ടിങ്ങിന്, അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ബേർഡ് സാഞ്ചുറിയും ഇതും എന്താ പറയുക കണ്ടൽക്കാടുകളും അല്ലാതെ ഇവിടെ നല്ല ബോട്ടിങ്ങിന് വേറെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ചെയ്യാത്ത ഇതാണ് ഈ ഒരു വിഷയം കൊണ്ടാണ്. കാരണം വെച്ചാൽ ഇളക്കം പാടില്ല, മെഷീനുകളും അതേപോലെ എണ്ണപ്പാവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നശിച്ചു പോകും. അതുകൊണ്ടാണ് മത്സ്യസമ്പത്തല്ല ഈ കണ്ടൽക്കാടുകൾ കണ്ടില്ലയോ, ഇതാണ് സംഭവം. ഈ പാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന പാലം. ഇവിടെ വെച്ചല്ല, ഇത് അപ്പുറത്താണ് മെയിൻ. ഈ ഭാഗത്തന്ന് കംപ്ലൈൻറ്റ് കുറവായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് നമ്മളെ ചാലിയത്തെ പോലെ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ട് നടക്കാണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരുമില്ല, കാരണം ഉച്ച സമയമാണ്. ഞാൻ ഉച്ച സമയത്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ വീഡിയോസ് നല്ല ക്ലാരിറ്റി കിട്ടും. വെയിലല്ലേ, നല്ല വെയിലാട്ടോ. ചെടികളൊക്കെ വെച്ച് ലെവലായി വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു ഉണർവേകുന്നൊരു ഏരിയ ആയിട്ടാണ് ഇത് മാറും. നിങ്ങൾക്ക് വരാനുള്ള റൂട്ട് ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ റൂട്ട് കാണിക്കാൻ പോവാം. റൂട്ട് കാണിക്കട്ടെ. ഇതാണ് കുറച്ചുള്ളൂ, വലിയ ദൂരമൊന്നുമില്ല, സിമ്പിള്. ഇത് പക്ഷി സങ്കേതത്തിൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഇവിടെ പാർക്ക് ചെയ്യാം, വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. ഇത് റെയിൽവേൻ്റെ ഒരു ഭാഗം, റെയിൽവേ സ്റ്റേഷനാണ്. അതായത് നമ്മൾ വരികയാണെങ്കിൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇത് വരിക, തൊട്ട് ബാക്കിലൂടെ. അതായത് കിഴക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ ഗേറ്റ് പടിഞ്ഞാറോട്ട് കടന്ന ഉടനെ കാണുന്ന പുഴൻ്റെ സൈഡിലോട്ടുള്ള റോഡ്. അല്ലാതെ നമ്മുടെ പടിഞ്ഞാറുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ, അല്ലാതെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ചാലിയം വഴി നേരെ കടലുണ്ടിക്ക് വരുമ്പോൾ ഗേറ്റ് കടക്കാതെ നേരെ കാണുന്ന റോഡിലോട്ട് മുന്നോട്ട് സ്ട്രൈറ്റ് റോഡിലോട്ട് തിരിഞ്ഞാൽ മതി. ഒരു റോഡിലൂടെ അങ്ങനെ അങ്ങോട്ടെത്തും. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും പോകണം, നേരെ വളയരുത്, നേരെ പോയി എത്തുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിപൊളിയല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ലൈക്ക് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ചെയ്യാൻ മറക്കരുത്. സെറ്റ് അടിപൊളിയാണ് കേട്ടോ. ബൈ.